എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗ്ലിറ്റർ ഗ്ലൂ ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഗ്ലിറ്റർ ഗ്ലൂ ഉണ്ടാക്കാൻ കുറേ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കമൻസിൽ തന്നെ റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഗ്ലിറ്റർ ഗ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്ലിറ്റർ പൗഡറും അതുപോലെ ഗ്ലൂവും ഒരുമിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്ലിറ്റർ ഗ്ലൂ കിട്ടും. അപ്പോൾ അതിനായിട്ടൊരു വീഡിയോ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചതാണ്. പിന്നെയാണ് ആലോചിച്ചത് ഗ്ലൂ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഗ്ലൂ ഇല്ലാതെയാണ് ഗ്ലിറ്റർ ഗ്ലൂ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് എടുത്തിരിക്കുന്നത് ഫുഡ് കളറാണ്, ലിക്വിഡ് ഫുഡ് കളറാണ്. അപ്പോൾ ഇത് ഒട്ടും നിർബന്ധമില്ലാത്ത കാര്യമാണ്. നിങ്ങൾ പെയിൻ്റാണ് ഉള്ളതെങ്കിൽ പെയിൻ്റ് എടുത്താൽ മതി. ഫുഡ് കളറ് അല്ലെങ്കിൽ പെയിൻറ്റ് എടുക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഗ്ലിറ്റർ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗ്ലിറ്ററും നമ്മളടുത്ത് ഇല്ലെങ്കിൽ നമുക്ക് ഹോം മെയ്ഡ് ഗ്ലിറ്ററൊക്കെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇത് ആ ഒരു കളറിൻ്റെ ഇടയിൽ ഇത് അങ്ങനെ തെളിഞ്ഞ് കാണില്ല. ഞാനിപ്പോൾ റെഡ് കളറാണ് എടുത്തത്. അപ്പോൾ ഞാൻ റെഡ് ഗ്ലിറ്റർ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് കളറാണോ ലിക്വിഡ് എടുക്കുന്നത്, ഏത് കളറാണോ പെയിൻ്റ് എടുക്കുന്നത്, അതിനനുസരിച്ചിട്ട് ആ കളർ തന്നെ ഗ്ലിറ്റർ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഗ്ലൂ ഫോം കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഫേസ് വാഷാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഫേസ് വാഷ് കുറച്ച് ഇങ്ങനെ ഒരു ജെൽ ടൈപ്പാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫേസ് വാഷ് എടുത്തിട്ട് ആഡ് ചെയ്യുന്നത്. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോം മെയ്ഡ് ഗ്ലൂ ഉണ്ടല്ലോ, ക്ലിയർ ഗ്ലൂ, അതൊക്കെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പം എല്ലാം ഒരേ റിസൾട്ട് തന്നെയാണ് കിട്ടുക. ലിക്വിഡ് ഫുഡ് കളർ ആയതുകൊണ്ട് ഒരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെന്താണെന്നുള്ളത് ലാസ്റ്റ് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഗ്ലൂ ഫോമിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ ലിക്വിഡാണ് ഉള്ളത്. അപ്പം നമ്മൾ കുറച്ചും കൂടെ ഫേസ് വാഷ് ആഡ് ചെയ്തിട്ട് ഒന്നിങ്ങനെ തിക്കായിട്ട് ആ ഒരു ഗ്ലൂവിൻ്റെ ഫോമിലേക്ക് നമ്മളിതൊന്ന് ആക്കി എടുക്കണം. അതായത് നല്ലപോലെ ഫേസ് വാഷ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ കുറച്ച് തിക്കായിട്ട് കിട്ടും. ഇനി നമ്മളിത് ഒരു പഴയ ഗ്ലിറ്റർ ഗ്ലൂവിൻ്റെ ട്യൂബിലാണ് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ട്യൂബിൽ ഫില്ല് ചെയ്യാൻ വേണ്ടി കുറച്ച് പാടാണ്. നിങ്ങളടുത്ത് സിറിഞ്ചോ അല്ലെങ്കിൽ ഡ്രോപ്പറൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് ചെയ്തെടുക്കാൻ പറ്റും, പെട്ടെന്ന് ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ അടുത്ത് സിറിഞ്ച് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ സ്പൂൺ വെച്ചിട്ടാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഫില്ല് ചെയ്യുമ്പം ആദ്യം തന്നെ മൊത്തം പുറത്തേക്കാണ് വരുന്നുണ്ടായിരുന്നത്. കാരണം ആ ട്യൂബിൻ്റെ ആ ഒരു ഭാഗം കുറച്ച് എന്താ പറയുക, അത്ര സ്പേസ് ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഫില്ല് ചെയ്യാനൊരു ഐഡിയ കണ്ടുപിടിച്ചത്, നമ്മൾ ഈ ട്യൂബ് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഈ ഗ്ലൂ നമ്മൾ മേലെ ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ച് നമ്മൾ ഈ പ്രസ് ചെയ്തതൊന്ന് മെല്ലനെ ലൂസാക്കി കൊടുക്കുക. അപ്പോൾ ഈ ഗ്ലൂ ഉള്ളിലേക്ക് പോകും. എന്നിട്ട് നമ്മൾ വീണ്ടും ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് അങ്ങനെയാണ് ഞാനിത് ഫില്ല് ചെയ്തെടുക്കുന്നത്. ഇതെങ്ങനെ ഫില്ല് ചെയ്യുന്നതെന്ന് സിറിഞ്ച് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സിറിഞ്ച് ഉണ്ടെങ്കിൽ പെട്ടെന്ന് കാര്യം കഴിയും. പക്ഷേ അതില്ലാത്തവർക്കും കൂടെ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് പറഞ്ഞത്. ഇനി നമ്മളിത് മൊത്തമായിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കണം. ഫില്ല് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഗ്ലിറ്റർ ഗ്ലൂ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ഇതിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആകെയുള്ളൊരു പ്രശ്നം കുറച്ച് ടൈം എടുക്കും ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം സാധാരണ നമ്മുടെ ഗ്ലിറ്റർ ഗ്ലൂ ആയാലും കുറച്ച് ടൈം എടുക്കും ഉണങ്ങാൻ വേണ്ടിയിട്ട്.
ഇനി ലിക്വിഡ് ഫുഡ് കളർ ആഡ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയാണ്. നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ തന്നെ കുറേ ഇങ്ങ് വരും. അപ്പോൾ നമ്മൾ പ്രസ് ചെയ്യുന്ന അതായത് നമ്മളിപ്പം എഴുതാനൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മളിത് പ്രസ് ചെയ്യുക, ഒരു പതുക്കെ പ്രസ് ചെയ്തിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ മൊത്തം കുളമാവും. അപ്പം നമ്മൾ പെയിൻ്റാണ് എടുക്കുന്നതെങ്കിൽ അത്രയും പ്രശ്നം ഉണ്ടാവില്ല, കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കാരണം ലിക്വിഡ് എടുക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത് വേറെ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനും ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഈ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.